മോർണിംഗ്. ഓക്കെ, നമ്മൾ കഴിഞ്ഞ ദിവസം ഐഡിയൽ ബോസ് സിസ്റ്റമാണ് സ്റ്റാർട്ട് ചെയ്തിരുന്നത്. അപ്പോൾ ഐഡിയൽ ബോസ് സിസ്റ്റത്തിൽ നമ്മൾ അതിൻ്റെ തെർമോഡൈനാമിക്സ് ഓഫ് ഐഡിയൽ ബോസ് സിസ്റ്റമാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തത്. ഓക്കെ, അപ്പോൾ അതിൽ നമ്മൾ പറഞ്ഞ കുറച്ച് കാര്യങ്ങൾ നമ്മുടെ ക്യൂ പൊട്ടൻഷ്യലിൻ്റെ എക്സ്പ്രഷനൊക്കെ യൂസ് ചെയ്തിട്ട് P/KTയുടെയും N/Vയുടെയും ജനറൽ എക്സ്പ്രഷൻസ് ചെയ്യാൻ ലാസ്റ്റ് നമ്മൾ പറഞ്ഞത്. P/KT ആൻഡ് N/V. അതേപോലെ അതിൽ ബോസ്-ഐൻസ്റ്റീൻ കണ്ടൻസേഷൻ്റെ D/KTയുടെ എക്സ്പ്രഷൻ ഇതായിരുന്നു, -2πh3 2m/3/2 integral 0 to infinity epsilon raised to half log 1 minus z raised to minus beta epsilon minus log 1 minus z by v. അതേപോലെ 1/v N/Vയുടെ എക്സ്പ്രഷൻ 2πh3 2m raised to 3/2 integral 0 to infinity epsilon raised to half d epsilon z raised to -1 e raised to beta epsilon -1 plus 1/v z by 1 minus z. ഈ എക്സ്പ്രഷൻസ് ഒക്കെ വന്ന ഇതിൽ 1/vയുടെ ടേം ഒക്കെ വന്ന അല്ലെങ്കിൽ z by 1 minus z വന്ന കാര്യം നമ്മൾ പറഞ്ഞു. ഗ്രൗണ്ട് സ്റ്റേറ്റിൻ്റെ കോൺട്രിബ്യൂഷൻ അടക്കം കൺസിഡർ ചെയ്തിട്ടുള്ള കാര്യമാണ്. പിന്നെ സെറ്റിൻ്റെ വാല്യൂ, ഫ്യൂഗാസിറ്റിൻ്റെ വാല്യൂ സ്മോൾ വാല്യൂ, മിനിമം വാല്യൂ 0 ആൻഡ് ഇറ്റ്സ് മാക്സിമം വാല്യൂ 1. ആ കാര്യം നമ്മൾ പറഞ്ഞു. പിന്നെ അതിൽ നമ്മൾ ചെയ്തിട്ട് ഒരു ബോസ്-ഐൻസ്റ്റീൻ ഫംഗ്ഷൻ ആണ് കുറച്ച് അഡീഷണൽ ആയിട്ട് നമ്മൾ പറഞ്ഞൊരു ടേം വന്നത്. ബോസ്-ഐൻസ്റ്റീൻ ഫംഗ്ഷൻ്റെ കണ്ടീഷനിൽ g of z is equal to 1 by gamma nu integral 0 to infinity x raised to nu minus 1 all divided by z raised to -1 e raised to x minus 1 dx. ബോസ്-ഐൻസ്റ്റീൻ ഫംഗ്ഷൻ്റെ ജനറൽ ഫോർമാറ്റ് പറഞ്ഞു. ഈ ഫോർമാറ്റ് നമ്മൾ യൂസ് ചെയ്തിട്ട് P/KT is equal to 1 by lambda cube g 5/2 of z എന്നും N/V is equal to or n minus n0 by v is equal to 1 by lambda cube g 3/2 of z എന്നും എഴുതി വെച്ചിരുന്നു. ഓക്കെ, നൗ അതിനെ ബേസ് ചെയ്ത് നമ്മൾ അതിൻ്റെ ഇൻറ്റേർണൽ എനർജിയുടെ എക്സ്പ്രഷൻ എഴുതി. u is equal to minus dou by dou beta of log q വെച്ച് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് നമുക്ക് കിട്ടുന്ന എക്സ്പ്രഷൻ ഇതാണ്, 3/2 PV എന്നുള്ള എക്സ്പ്രഷനാണ്. അതിന് P is equal to 2u/3v എന്ന് പറഞ്ഞു. ഫ്രം ദാറ്റ് ഹൈ ടെമ്പറേച്ചർ കണ്ടീഷൻ വെച്ചിട്ട് നമ്മൾ ഇൻ ടേംസ് ഓഫ് റിയൽ കോഎഫിഷ്യൻറ്റ് ആ എക്സ്പ്രഷൻ നമ്മൾ എഴുതി. P/NKT is equal to summation or L is equal to 1 to infinity AL lambda cube by v whole raised to L minus 1. അവിടെ സ്മോൾ v എന്ന് പറയുന്നത് 1/n ആണ്. ഓക്കെ, അതുപോലെ CV/NKയുടെ എക്സ്പ്രഷനും ഇതിൻ്റെ 3/2 സമ്മേഷൻ ഓർ L is equal to 1 to infinity 5 minus 3L/2 AL into lambda cube by V all raised to L minus 1. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞത്. ഇതിൽ ഹൈ ടെമ്പറേച്ചറിൻ്റെ കണ്ടീഷനാണ് ലാസ്റ്റ് നമ്മൾ പറഞ്ഞത്. ഓക്കെ, അപ്പോൾ ഹൈ ടെമ്പറേച്ചർ കണ്ടീഷനിൽ ഉള്ള കാര്യങ്ങൾ എന്തായിരുന്നു? വെൻ ടെമ്പറേച്ചർ കൂടിക്കഴിഞ്ഞാൽ Z is equal to, Z എന്ന് പറയുന്നത് ഫ്യൂഗാസിറ്റി ആണ്, z is equal to e raised to mu/KT ആണ്. അപ്പോൾ വെൻ T is very high, z-ൻ്റെ വാല്യൂ വളരെ കുറവായിരിക്കും. അതിനെ ബേസ് ചെയ്തിട്ട് നമ്മൾ എഴുതിയിരുന്ന എക്സ്പ്രഷൻസ് ആണ് ഇവിടെ ഉള്ളത്. P/NKT is equal to v by lambda cube g 5/2 of z എന്നുള്ളത്. ഓക്കെ, പിന്നെ അതിൽ നമ്മൾ പറയുന്നത് ഈ ടെമ്പറേച്ചർ ഹൈ വാല്യൂ ആകുമ്പോഴുള്ള കണ്ടീഷനാണ് ഇതുവരെ പറഞ്ഞത്. അപ്പോൾ നമ്മൾ T is very much greater than T is very high value. ഓക്കെ, ഇനി നമ്മൾ പറയുന്ന കണ്ടീഷൻ T വളരെ വലുതാവുമ്പോൾ z വളരെ കുറവാകുമെന്ന് പറഞ്ഞു. ഇനി നമ്മുടെ എക്സ്പ്രഷനിൽ N0n ലൈക്ക് ദിസ് എന്താണ് n minus n0/v എന്നൊക്കെയാണ് നമ്മൾ എഴുതിയിട്ടുള്ളത്. 1 by lambda cube g 3/2 of z. വാട്ട് ഈസ് n0? ഈ കാര്യങ്ങളൊക്കെ നമുക്ക് ഓൾറെഡി അറിയാവുന്നൊരു കാര്യമാണ്. n is the total number of bosons or particles. n0 is the total number of particles in the ground state. ഇത് നമ്മൾ പറഞ്ഞു. അപ്പോൾ n minus n0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ വരിക?
n is the total number of particles, n0 is the total number of particles in the ground state. അങ്ങനെയാണെങ്കിൽ n minus n0 is the number of particles in excited state. അല്ലേ? അപ്പോൾ എക്സൈറ്റഡ് സ്റ്റേറ്റിലെ പാർട്ടിക്കിൾ ഡെൻസിറ്റി ആണ് or n minus n0ക്ക് പകരം നമുക്ക് എന്ത് എഴുതാം? ne എന്ന് എഴുതാം. ദാറ്റ് ഈസ് നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് ഇൻ എക്സൈറ്റഡ് സ്റ്റേറ്റ്. അപ്പോൾ ne by v means the particle density in excited state. അല്ലേ? പാർട്ടിക്കിൾ ഡെൻസിറ്റി ബൈ വോളിയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡെൻസിറ്റി ആണ്. അപ്പോൾ ne by v is the particle density in excited state. ഓക്കെ, അപ്പോൾ ദാറ്റ് ഈസ് ഈക്വൽ ടു എന്താണെന്ന് പറഞ്ഞു? 1/λ³ g 3/2 ഓഫ് സെറ്റ്. ne by v is equal to 1/λ³ g 3/2 ഓഫ് സെറ്റ്. അല്ലേ? അപ്പോൾ ഈ വിനെ റൈറ്റ് സൈഡിലേക്ക് കൊണ്ടുപോയി കഴിഞ്ഞാൽ എന്താ വരിക? v/λ³ g 3/2 ഓഫ് സെറ്റ് എന്നാണ് കിട്ടുക. അല്ലേ? v is ne is equal to v/λ³ g 3/2 ഓഫ് സെറ്റ്. ഓക്കെ, ആൻഡ് ലാംഡ എന്ന് പറഞ്ഞാൽ h/√2πnkt ആണ്. അപ്പോൾ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടാണ് v/h³ 2πnkt all raised to 3/2 g 3/2 ഓഫ് സെറ്റ് എന്ന് നമ്മൾ എഴുതി വെച്ചിട്ടുള്ളത്. ഓക്കെ, ഇനി ടെമ്പറേച്ചർ വളരെ കൂടുതലാണെങ്കിൽ നമ്മൾ പറഞ്ഞു സെറ്റിൻ്റെ വാല്യൂ വളരെ കുറവായിരിക്കും. അല്ലേ? അങ്ങനെ സെറ്റിൻ്റെ വാല്യൂ വളരെ കുറവായി കഴിഞ്ഞാൽ സെറ്റ് ഈസ് വെരി സ്മോൾ. അങ്ങനെയാണെങ്കിൽ n0 എന്താ വരിക? നമ്മൾ കഴിഞ്ഞ ദിവസം എഴുതിയ n0 സെറ്റ് നമ്മൾ റിലേറ്റ് ചെയ്യുന്ന ഇക്വേഷൻ എന്തായിരുന്നു? n0 is equal to പറഞ്ഞിട്ട് എഴുതിയ നമ്മളൊരു റിലേഷൻ ഉണ്ട്. n0 is equal to z by 1 minus z. ഇത് നമ്മൾ കഴിഞ്ഞ ക്ലാസ് എടുത്ത സമയത്ത് പറഞ്ഞ ഇക്വേഷൻ n0 is equal to z by 1 minus z. ഈ സെറ്റിൻ്റെ വാല്യൂ വളരെ കുറഞ്ഞു കഴിഞ്ഞാൽ n0ൻ്റെ വാല്യൂ എന്തായിരിക്കും? വളരെ കുറവായിരിക്കും. അല്ലേ? അപ്പോൾ ടെമ്പറേച്ചർ വളരെ കൂടിക്കഴിഞ്ഞാൽ n0 കുറവായിരിക്കും. n0 കുറവായി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? n0 by vയുടെ വാല്യൂ വളരെ കുറവായിരിക്കും. പാർട്ടിക്കിൾ ഡെൻസിറ്റി ഇൻ ദ ഗ്രൗണ്ട് സ്റ്റേറ്റ് വിൽ ബി വെരി സ്മോൾ ഇൻ ദ കേസ് ഓഫ് ഹൈ ടെമ്പറേച്ചർ കണ്ടീഷൻ. അല്ലേ? ടെമ്പറേച്ചർ വളരെ കൂടിക്കഴിഞ്ഞാൽ സെറ്റിൻ്റെ വാല്യൂ വളരെ കുറവാകും. സെറ്റിൻ്റെ വാല്യൂ കുറവായി കഴിഞ്ഞാൽ n0 by v എന്ന് പറയുന്നത് നെഗ്ലിജിബിൾ ക്വാണ്ടിറ്റി ആയിരിക്കും. അങ്ങനെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഓൾമോസ്റ്റ് എല്ലാ പാർട്ടിക്കിളുകളും ഏത് സ്റ്റേറ്റിലാണെന്ന് പറയാം? എക്സൈറ്റഡ് സ്റ്റേറ്റിലാണെന്ന് നമുക്ക് പറയാം. അതാണ് പറയുന്ന കണ്ടീഷൻ. വെൻ z is equal to 0, ഇതിൽ നമ്മൾ കാണിച്ച ഇക്വേഷൻ z is equal to 0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ n0 നമുക്ക് 0 ആണ് കിട്ടുക. ദാറ്റ് മീൻസ് ഗ്രൗണ്ട് സ്റ്റേറ്റിൽ ഒരു പാർട്ടിക്കിളും ഇല്ല. എല്ലാ പാർട്ടിക്കിളും ഏത് സ്റ്റേറ്റിലാണുള്ളത്? എല്ലാ പാർട്ടിക്കിൾസും അത് എക്സൈറ്റഡ് സ്റ്റേറ്റിലായിട്ടാണ് ഇരിക്കുന്നത് എന്നാണ് പറയുന്നത്. ഓക്കെ, ഇനി സെറ്റിൻ്റെ മാക്സിമം വാല്യൂ എത്രയാണ് നമ്മൾ പറഞ്ഞത്? മാക്സിമം വാല്യൂ ഓഫ് സെറ്റ് ഈസ് 1. സെറ്റ് ഈസ് വേരിയിങ് ബിറ്റ്വീൻ 0 and 1. മിനിമം വാല്യൂ 0 ആണ്, മാക്സിമം വാല്യൂ 1 ആണ്. ഫിഗാസിറ്റിയുടെ മാക്സിമം വാല്യൂ 1 ആണ്. അപ്പോൾ സെറ്റിന് 1 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ again go to that equation. n0 is equal to എന്നുള്ള ഇക്വേഷനിലേക്ക് പോവുക. n0 is equal to z by 1 minus z. അല്ലേ? സെറ്റിൻ്റെ മാക്സിമം വാല്യൂ നമ്മൾ എത്ര പറഞ്ഞത്? 1. സെറ്റ് 1 കൊടുത്തു കഴിഞ്ഞാൽ n0ൻ്റെ വാല്യൂ എന്തായിരിക്കും? ഇൻഫിനിറ്റി ആയിരിക്കും. ദാറ്റ് മീൻസ് ഇൻഫിനിറ്റ് നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് ഏത് സ്റ്റേറ്റിൽ വരുന്നുണ്ടെന്നാണ് പറയുന്നത്? ഗ്രൗണ്ട് സ്റ്റേറ്റിൽ വരുന്നുണ്ട് എന്ന് പറയുന്നു. അങ്ങനെ ഗ്രൗണ്ട് സ്റ്റേറ്റിൽ ഇൻഫിനിറ്റ് നമ്പർ ഓഫ് പാർട്ടിക്കിൾസിനെ അക്യുമുലേറ്റ് ചെയ്യാനുള്ള ടെൻഡൻസിനെ നമ്മൾ വിളിച്ച പേരാണ്, അല്ലെങ്കിൽ ആ ഫിനോമിനനെ വിളിക്കുന്ന പേരാണ് ബോസ്-ഐൻസ്റ്റീൻ. ലാർജ് നമ്പർ ഓഫ് പാർട്ടിക്കിൾസിനെ ഗ്രൗണ്ട് സ്റ്റേറ്റിലേക്ക് ഒക്യുപ്പൈ ചെയ്യുന്ന ഫിനോമിനനെ നമ്മൾ വിളിച്ച പേരാണ് ബോസ്-ഐൻസ്റ്റീൻ കണ്ടൻസേഷൻ. ഓക്കെ, അത് നമ്മൾ കഴിഞ്ഞ ഇതിൽ പറഞ്ഞതാണ്. അപ്പോൾ ഇനി നമ്മളിവിടെ പറയുന്നത് സെറ്റിനൊപ്പം വരാവുന്ന മാക്സിമം വാല്യൂ ബോസ്-ഐൻസ്റ്റീൻ കണ്ടൻസേഷൻ നടക്കുമ്പോൾ, അല്ലെങ്കിൽ ആ ഒരു ഫിനോമിന നടക്കുമ്പോൾ ഇൻഫിനിറ്റ് നമ്പർ ഓഫ് പാർട്ടിക്കിൾസിനെ ഗ്രൗണ്ട് സ്റ്റേറ്റിൽ അവർ ഒക്യുപ്പൈ ചെയ്യിക്കുമ്പോൾ സെറ്റിന് വരാവുന്ന മാക്സിമം വാല്യൂ എത്രയാണ്? 1 ആണെന്ന് നമ്മൾ പറഞ്ഞു. അല്ലേ? അപ്പോൾ സെറ്റിന് 1 എന്നുള്ള വാല്യൂ എവിടെ കൊടുക്കുക? നമ്മൾ g 3/2 ഓഫ് സെറ്റിൻ്റെ എക്സ്പ്രഷനിൽ കൊടുക്കുക. നമ്മൾ ഓൾറെഡി സെറ്റിൻ്റെ ജി ന്യൂ ഓഫ് സെറ്റിൻ്റെ എക്സ്പാൻഷൻ നമ്മൾ പറഞ്ഞതാണ്. ജി ന്യൂ ഓഫ് സെറ്റ് ഇസ് ഈക്വൽ ടു എന്താണ്? സെറ്റ് പ്ലസ് സെറ്റ് സ്ക്വയർ ബൈ 2 raised to new, സെറ്റ് ക്യൂബ് ബൈ 3 raised to new പ്ലസ് സെറ്റ് raised to 4 by 4 raised to new എക്സെട്ര ആണ് പോകുന്നത്. അല്ലേ?
അപ്പോൾ അവിടെ ന്യൂവിന് പകരം ജി ന്യൂ ഓഫ് സെറ്റിൻ്റെ കണ്ടീഷനാണ് പറയുന്നത്. ന്യൂവിന് പകരം നമ്മൾ കൊടുക്കേണ്ടത് ഇവിടെ 3/2 ആണ്. അതേപോലെ സെറ്റിന് പകരം കൊടുക്കേണ്ട വാല്യൂ എത്രയാണ്? 1 ആണ്. ബിക്കോസ് സെറ്റിൻ്റെ മാക്സിമം വാല്യൂ 1 ആയിട്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ട് അല്ലേ. അപ്പോൾ സെറ്റിൻ്റെ മാക്സിമം വാല്യൂ 1 ആണ്. അതേപോലെ ന്യൂവിന് പകരം 3/2 നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് എന്താ കിട്ടുക? സെറ്റിന് പകരം 1 പ്ലസ് സെറ്റ് ബൈ 2 റേസ് ടു ന്യൂ ഓർ 1/2 റേസ് ടു 3/2 പ്ലസ് സെറ്റിന് പകരം അല്ലെങ്കിൽ സെറ്റ് സ്ക്വയർ ആയിക്കോട്ടെ, 1ൻ്റെ പവർ എന്ത് പവർ വന്നാലും കിട്ടുന്ന ആൻസർ 1 അല്ലേ. അപ്പോൾ അതുകൊണ്ടാണ് സെറ്റ് സ്ക്വയറിന് പകരം 1 സ്ക്വയർ ഓർ 1/3 റേസ് ടു 3/2. അങ്ങനെ ഓരോ സെറ്റ് സ്ക്വയർ ബൈ 2 റേസ് ടു ന്യൂ സെറ്റ് ക്യൂബ് ബൈ സെറ്റ് ക്യൂബ് ബൈ 3 റേസ് ടു 3/2 1 റേസ് ടു 4/4 റേസ് ടു 3/2 പ്ലസ് എക്സെട്ര എന്ന് പറഞ്ഞ് പോകും. അപ്പോൾ സെറ്റിൻ്റെ വാല്യൂ അല്ലെ 1ൻ്റെ പവർ എന്ത് വന്നാലും 1 ആയതുകൊണ്ടാണ് ന്യൂമറേറ്ററിൽ 1 മാത്രം നമ്മൾ എഴുതി പോയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് കിട്ടുന്നത് 1 പ്ലസ് 1/2 റേസ് ടു 3/2 പ്ലസ് 1/3 റേസ് ടു 3/2 പ്ലസ് 1/4 റേസ് ടു 3/2 പ്ലസ് എക്സെട്ര എന്ന് പറഞ്ഞ് പോകുന്നു. ആൻഡ് ദാറ്റ് ഈസ് എ കോൺസ്റ്റൻറ്റ്. നമ്മൾ ഈ വാല്യൂ ഇത് മൊത്തം എക്സ്പാൻഡ് ചെയ്യുക, സമ്മേഷനൊക്കെയാണ് അല്ലേ. അപ്പോൾ എ പിയുടെ പോലെയാണ് ഇതുള്ളത്, സം ഓഫ് കോമൺ ടേം. അപ്പോൾ നമ്മളത് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന ആൻസർ 2.612 എന്നുള്ള വാല്യൂ ആണ്. ദാറ്റ് ഈസ് യു മസ്റ്റ് റിമെമ്പർ ദാറ്റ് വാല്യൂ 2.612. ദാറ്റ് ഈസ് ദ മാക്സിമം വാല്യൂ ദാറ്റ് G3/2 ഓഫ് 1 ക്യാൻ ഹാവ്. G3/2 ഓഫ് സെറ്റിന് വരാവുന്ന അല്ലെങ്കിൽ സെറ്റിൻ്റെ വാല്യൂ 1 ആണ്. G3/2 ഓഫ് 1ന് വരാവുന്ന മാക്സിമം വാല്യൂ ആണ് 2.612. ആ വാല്യൂ നിങ്ങൾക്ക് അറിഞ്ഞിരിക്കണം. ആൻഡ് ദാറ്റ് ഈസ് എ റെപ്രസെൻറ്റ് ഫംഗ്ഷൻ സീറ്റ എന്ന് പറയുന്നത് സീറ്റ ഓഫ് 3/2 എന്നാണ് എഴുതാറ്. ആൻഡ് ദാറ്റ് ഈസ് നോൺ ആസ് റൈമാൻ സീറ്റ ഫംഗ്ഷൻ. റൈമാൻ സീറ്റ ഫംഗ്ഷൻ ആണ് ഈ ഫംഗ്ഷന് പറയുന്ന പേര് കേട്ടോ. അപ്പോൾ G3/2 ഓഫ് 1ൻ്റെ വാല്യൂ ആണ് 2.612 ആൻഡ് ദാറ്റ് ഈസ് നോൺ ആസ് റൈമാൻ സീറ്റ ഫംഗ്ഷൻ വിച്ച് ഈസ് സീറ്റ ഓഫ് 3/2.